ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ TNT കേരളയിലാണുള്ളത്. പക്ഷേ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലല്ല, നമ്മുടെ ഒറ്റപ്പാലത്ത് TNT അല്ല, ഇത് കോയമ്പത്തൂർ TNT ആണ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ഇപ്രാവശ്യം ബുള്ളറ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു, ദൈവം ആയതിനു ശേഷം ഇതുപോലെ അങ്ങനെ ബൈക്കിൽ ഇത്രയും ദൂരം വരണം, എന്നൊരു ട്രിപ്പ് അടിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതുപോലെ പോകുമ്പോൾ ബൈക്കിൽ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ നാട്ടിലേക്ക് പോകുക ബൈക്കിൽ. നമുക്ക് 100 കിലോമീറ്റേഴ്സ് 105 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആ സമയത്തൊക്കെ നമ്മളൊരു 3 ഇയേഴ്സ് ബാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചാബി ധാബ ഉണ്ടാവാറുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. സോ നമ്മൾ അവിടെ നിന്ന് ഇപ്രാവശ്യം തന്നെ ഫുഡ് കഴിക്കണം എന്ന് ഉറപ്പിച്ച് നാട്ടിൽ നിന്നും ഫുഡ് മന്തിയൊന്നും കഴിക്കാതെ വയറ് എംറ്റി ആക്കി വരുമെന്ന്. പക്ഷേ നമ്മൾ കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ ആ ധാബയുടെ ഒരു പൊടി പോലും നമുക്ക് വരുന്ന വഴിക്ക് കിട്ടിയില്ല. എന്നാൽ ശരി, എന്നാൽ വല്ല ആര്യാസിലോ അല്ലെങ്കിൽ ആനന്ദാസിലോ കയറിയിട്ട് മസാല ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റോ കഴിക്കാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് TNT ഞാൻ പെട്ടെന്ന് കണ്ടത്. അപ്പം പറഞ്ഞു, ഏട്ടന്ന് ശരി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റപ്പാലത്ത് TNTയിൽ കയറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് അവിടുത്തെ ഷവായി. അതിൻ്റെ കൂടെ അവർ തരുന്ന ഒരു സാലഡ് ഉണ്ട്, ഒരു മാംഗോ സാലഡ് ഉണ്ട്, അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് അതും കുബൂസും കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് പോകാറുണ്ട്. അപ്പം നമ്മൾ TNT കണ്ടപ്പോൾ അവിടെ തന്നെ കയറി. ഇവിടെ TNTയിൽ എപ്പോൾ നോക്കിയാലും നല്ല റഷായിരിക്കും കേട്ടോ. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല റഷായിരിക്കും, നല്ല റഷായിരിക്കും. ഇവിടെ നല്ല ക്ലാസിക്കായിട്ട് നീറ്റായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അപ്പോൾ തന്നെ ഡെക്കോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർഡർ കൊടുക്കാനായിട്ട് വാഷ്റൂമിൽ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഓർഡർ എടുക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഓർഡർ കൊടുക്കാൻ ഭയങ്കര വീക്കാണ്. ഈ ഓർഡർ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഒരു സ്കില്ലുള്ള ഒരു കാര്യം തന്നെ കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ വാരി വലിച്ച് ഓർഡർ കൊടുക്കും, പകുതി പോലും കഴിക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ അതിന് ആവശ്യമില്ലാത്തതൊക്കെ എന്തൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്യാൻ അറിയില്ല, അതാണ് സത്യം. അപ്പോൾ വാഷ്റൂമിൽ പോകാൻ നിന്ന ആൾ അവിടെ നിന്നു, കാരണം എൻ്റെ സ്വഭാവം അറിയുന്നത് കാരണം തന്നെ. എന്നിട്ട് പ്രോപ്പറായിട്ട് ഓർഡർ കൊടുക്കുക. ഏട്ടനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനഫ് ക്വാണ്ടിറ്റി ഇഷ്ടംപോലെ കഴിക്കാണ്ടാവും ചെയ്യും, എന്നൊന്നും വേസ്റ്റ് ആവില്ല. ആവശ്യത്തിന് ഓർഡർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇൻബിറ്റ്വീൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻബിറ്റ്വീൻ കറക്റ്റായിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ ഒന്നും ഡിലേ ആവാതെ പ്രോപ്പർ ടൈമിങ്ങിൽ വരുന്ന രീതിയിലായിട്ട് പ്രോപ്പറായിട്ട് പക്കയായിട്ട് ഓർഡർ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതികളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതുപോലെ ബീട്രൂട്ടായിട്ടുള്ള ഈ ഒരു കെച്ചപ്പ് ഉണ്ടല്ലോ, ഈ സാധനം എന്താണെന്ന് എനിക്കറിയാം, ചട്നി, അത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ അവസാനം ഞങ്ങൾ രണ്ടുപേരും, ഞാനും ദേവും കൂടി ജസ്റ്റ് ഒരു സെൽഫി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ദേവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോപ്പി കയറ്റം, ഞാൻ എന്ത് ചെയ്താലും അതേപോലെ അവളും ചെയ്യും. സോ അതാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലേറ്റ് വന്നു, ഗ്ലാസ് വന്നു. നെക്സ്റ്റ് ആ സമയത്താണ് നമ്മളിന്ന് കൃഷി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി അവരായിരുന്നു. അപ്പോൾ പെൻ ഡ്രൈവിൽ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ചെറുപ്പശ്ശേരിയുള്ള കൃഷി പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞാൽ ഫുൾ റഷ് ഡേ ആണ്. നമുക്ക് റെസ്റ്റ് കിട്ടിയിട്ട് കുറേ കാലങ്ങളായി പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മുടെ മൊയ്റ്റോ വന്നു. അപ്പോൾ ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നോക്കി കാണും. അങ്ങനെ പെൻ ഡ്രൈവൊക്കെ കണക്ട് ചെയ്ത് ഗ്യാപ്പിൽ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ കാണും, ഡൗൺലോഡൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഷവായി വന്നു, കുബൂസ്, അതുപോലെ തന്നെ ഒരു അറബിക് റൈസ്, മൊയ്റ്റോ, പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് മിൻലൈമാണ്, മിൻലൈമും ഓർഡർ ചെയ്തു. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റൈസ് ദേവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഷവായും നല്ല ഇഷ്ടമാണ്. എല്ലായിടത്തും അവൾ അങ്ങനെ റൈസ് കഴിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ അവൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു സാലഡും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഞാനിത് സെർവ് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി കേട്ടോ. അവസാനം ഞാനിതൊക്കെ സെർവ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിർത്തും, ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഏട്ടൻ കഴിച്ചത്. പിന്നെ എന്തൊക്കെയായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വീഡിയോസൊക്കെ എടുത്തു തരാൻ കൂടെ ഒരാളുള്ള കാരണം ഈ വക എല്ലാ കോമാളിത്തരങ്ങളും നടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങനെ ഞാനും ദേവും കൂടെ ടേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ മസാല ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റോ കഴിക്കേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇരുന്നിട്ട് ചിക്കനും ഷവായും റൈസും ഒക്കെ കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ബോട്ടിലിൽ മിൻറ്റ് ലീഫ് ഇട്ടിട്ട് വെള്ളം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഞാൻ അമ്മയുടെ അടുത്ത് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മ വെള്ളം മിൻറ്റ് ലീഫ് മൊത്തം ഒരു കുപ്പിയിൽ കുത്തി നിറച്ചിട്ട് വല്ല കഷായം പോലെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്കത് കണ്ടപ്പോൾ ആ കാര്യം ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നു. പിന്നെ നിങ്ങളൊക്കെ ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. ഞങ്ങൾ 3 പേരും ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാണ്. അത് വെറൈറ്റീസ് ട്രൈ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ചിലർ ഫുഡ് അങ്ങനെ കഴിക്കില്ല, വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളൊക്കെയാണ് കൂടെ എന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ എന്താ കെയറ എന്ന് പറയുന്ന ഒരാളാണ് കൂടെ ഉള്ളത്. അത് കാരണം നല്ല വൈബാണ്, പറഞ്ഞ പോലെ വൈബാണ്. പിന്നെ അതുപോലെ തന്നെ ലവ് മാരേജിനൊക്കെ കുറേ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തായാലും ഞാൻ എൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത ടൈം എനിക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ടായി. സോ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഏട്ടൻ.
പിന്നെ എല്ലാ കുട്ടികളും ദേവുവിനെ പോലെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ദേവുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അച്ഛനമ്മ അച്ഛനമ്മ അവളുടെ ഫേവററ്റ് ആണ്. എവിടെ പോയാലും എത്ര ടയേർഡാണെങ്കിലും എത്ര വിശന്നിട്ടാണെങ്കിലും അവൾ ഫസ്റ്റ് എനിക്കും ഏട്ടനും ഫുഡ് തന്നിട്ട് അവൾ കഴിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് ഇറങ്ങിയ ദോശ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കയറും. അപ്പോൾ അവൾ പൊട്ടിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് വേണ്ടത് അതേപോലെ എനിക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്യും, പിന്നെ ഏട്ടന് ഫീഡ് ചെയ്യും, പിന്നെ അവൾ കഴിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയാണോ അവളെന്ന് ഞങ്ങൾക്ക് ഡൗട്ടായി തോന്നും. അത്രയ്ക്ക് കെയറിങ് ആണ് ഞങ്ങളുടെ അടുത്ത്. കുട്ടികളൊക്കെ മെല്ലെ മതി, അതുപോലെ തന്നെ യങ് ഏജിലൊക്കെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, കുട്ടികളൊക്കെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറയുന്നവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഒപ്പീനിയൻ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവു കാരണം ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം അവൾക്ക് ഉറക്കം പ്രോപ്പർ അല്ലാത്ത കാരണം 5 മണി 6 മണി വരെയൊക്കെ ഉറക്കമൊഴിച്ചിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ഹാപ്പിയാണ് അവളുടെ കൂടെ. കാരണം നമുക്ക് തരുന്ന ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അത്രയും പാമ്പർ ചെയ്യും. പിന്നെ നേരത്തെ കണ്ടത് അവളുടെ ഫോട്ടോ കണ്ടിട്ട് അവളുടെ അച്ഛൻ്റെ ഫോട്ടോ കണ്ടിട്ടുള്ള അവളുടെ റിയാക്ഷനാണ്. സോ അവളുടെ ഫേവററ്റ് പറഞ്ഞാൽ ലിപ് ലോക്കാണ്. അവളോട് ചുമ്മാ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ നേരെ തരിക ലിപ് ലോക്കാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്